എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്കൊരു വിഷമമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രഞ്ജുവേട്ടൻ്റെ 3-4 ദിവസത്തെ ലീവിന് ശേഷം തിരിച്ച് രഞ്ജുവേട്ടനും ദച്ചുമോളും കൂടെ മലപ്പുറത്തോട്ട് പോവാണ്. ഞാൻ പോകുന്നില്ല, കാരണം അമ്മയ്ക്ക് കുറച്ച് ദിവസം കൂടെയൊക്കെ കണ്ണിലൊക്കെ മരുന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ദച്ചുവേട്ടന് ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ടൂർണമെൻറ്റും ഉണ്ട്, അപ്പോൾ അവൾക്ക് പോകാതിരിക്കാനും പറ്റില്ല. ഞാനാണെങ്കിൽ ഇന്നേ വരെ ദച്ചുമോളെ പ്രസവിച്ചതിന് ശേഷം അവളുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമവും എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര വിങ്ങി പൊട്ടിക്കരയും. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ വിഷമിച്ചത് കൊണ്ട് ഇവിടെ ഇപ്പം വേറെ ആരും ഇല്ലല്ലോ അമ്മയുടെ കണ്ണിലൊക്കെ മരുന്ന് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ അതിൻ്റേതായിട്ട് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കുഴപ്പമില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനങ്ങനെ കരയത്തില്ല, എവിടെയെങ്കിലും മാറിയിരുന്നായിരിക്കും ഞാൻ കരയുന്നത്. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. ഞാൻ ബാഗെല്ലാം എടുത്ത് രണ്ടുപേരുടെയും ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് പപ്പയും അമ്മയും അനിയനും വരുന്നുണ്ട് മലപ്പുറത്തേക്ക്. കാര്യം എന്ന് വെച്ചാൽ രഞ്ജുവണ്ണൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ പിന്നെ ദിച്ചുമോൾ ഒറ്റയ്ക്ക് ആവുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസം പപ്പയും അമ്മയൊക്കെ അവിടെ കാണും. അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമാണ്. അങ്ങനെ അവർ പോകാനായിട്ട് അവൾ ഇത്രയും നേരമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു വിഷമമാണല്ലേ. അപ്പം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പിരിഞ്ഞ് നിൽക്കുന്നത് ഞാനപ്പോൾ ആലോചിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമമൊക്കെ എത്രത്തോളം ആയിരിക്കും അല്ലേ. എനിക്കാണെങ്കിൽ ഒരു ദിവസം പോലും അങ്ങനെ ഞാൻ ഇന്നേ വരെ ദച്ചുവിനെ പിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. പക്ഷേ നമ്മൾ നിന്നെങ്കിലല്ല പറ്റുള്ളൂ. അങ്ങനെ അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് അമ്മയും പപ്പയും അവരെല്ലാവരും ഇതുവഴിയായിരിക്കും പോകുന്നത്. കാരണം ഇവിടുത്തെ അമ്മ മണപ്പള്ളിയിലെ അമ്മേനെ കണ്ണോപ്പറേഷൻ ചെയ്ത് അമ്മ കണ്ടില്ലായിരുന്നു, ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ രഞ്ജുവണ്ണൻ അവരെയും കൂടെ കൂട്ടി വിളിച്ച് ഇതുവഴിയായിരിക്കും മലപ്പുറത്തേക്ക് പോകുന്നത്. ദച്ചുമോൾ അപ്പൂപ്പനും ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും രാത്രി പിണങ്ങിയപ്പോൾ ഇപ്പോൾ ദച്ചു പറഞ്ഞത് അപ്പൂപ്പനോട് ഞാൻ മിണ്ടില്ല എന്നും പറഞ്ഞാണ് അപ്പൂപ്പന് ഉമ്മ കൊടുക്കാനായിട്ട് വന്നത്. എങ്ങനെ അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ഈ അവസാനം ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്കത്ര ഒരു എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു വിങ്ങലാണല്ലേ. എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അവർ പോയി ഏകദേശം ഒരു 11 മണിയായപ്പോൾ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അമ്മ കണ്ടില്ലായിരുന്നു ഇവിടുത്തെ അമ്മയെ. അങ്ങനെ അമ്മയൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചു, അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ദച്ചുമോളെ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും സന്തോഷമായി. അങ്ങനെ അവർ കുറച്ച് നേരം, അധികം നേരം ഇരുന്നില്ല, മലപ്പുറം വരെ എത്തണമല്ലോ. രാത്രിക്ക് മുൻപെങ്കിലും എത്തണ്ടേ, അത്രയും ദൂരം പോകേണ്ടതല്ലേ. അവരങ്ങനെ പെട്ടെന്ന് ഇറങ്ങി.